കമന്റ് കണ്ടു. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി ആദ്യമായിട്ടാണ് ചേച്ചി ആ ചേട്ടൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്. വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എൻ്റെ മുഖം അത്യാവശ്യം പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന പരീക്ഷണശാലയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാണ്. ഞാൻ ഈ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ചേച്ചിക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഒരു ഹാക്ക് പോലും ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാക്ക് പോലും ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ഈ പരീക്ഷണശാല എന്നൊക്കെ പറയുന്നത് എൻ്റെ മുഖമാണ്, എനിക്കറിയാം. ഇങ്ങനെ കുരുക്കളും പാടുകളൊക്കെ വരുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അത് തേച്ചിട്ടാണ് ഇത് ചെയ്തിട്ടാണ് അത് കാട്ടിയിട്ടാണ് ഇത് കാട്ടിയിട്ടാണ് ഒരിക്കലും വിചാരിക്കരുത്. ഇത് എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷനാണ്. അതൊരു ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് സ്കിൻ കെയർ റുട്ടീൻ മാനേജ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഒരുപാട് റിസൾട്ട് വരുന്നില്ല. അപ്പോൾ ഒരാളുടെ മുഖം കണ്ടിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാരി തേച്ചിട്ടാണ് ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ വിലയിരുത്തി കളയരുത് ആദ്യമായിട്ട് ഒരാൾ കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ചിലർക്കും ഫീൽ ചെയ്തിരിക്കും. എനിക്കൊന്നും തോന്നില്ല, കാരണം ഞാനത് ഒരുപാട് കേട്ട് പരീക്ഷിച്ച കാര്യങ്ങളാണ്. എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്കൊരു പ്രശ്നമായിട്ട് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല, ഇനി തോന്നിയില്ല. കാരണം ഞാൻ ഇവിടെ അഡ്ജസ്റ്റഡ് ആയി. കാരണം എൻ്റെ മുഖം ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അതിൽ ആരും എന്തൊക്കെ പറഞ്ഞാലും നീ അങ്ങനെ ഇരിക്കുന്നു നീ ഇങ്ങനെ ഇരിക്കുന്നു കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം ഞാൻ അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ പരീക്ഷണശാല എന്താണെന്ന് തോന്നുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ക്ലാരിഫിക്കേഷൻ തരാണ്. ഞാൻ എൻ്റെ മുഖത്ത് ഒരു സാധനവും പരീക്ഷിക്കുന്നില്ല. ഇനി അഥവാ പരീക്ഷിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല.